അവനും ഞാനും കൂടെയുള്ള ആ ബന്ധം അത് ഒരു ഇതിൽ നഷ്ടപ്പെട്ടപ്പോൾ എന്നിൽ നിന്നുണ്ടായ ഒരു വികാരം അപ്പം അങ്ങ് പെട്ടെന്ന് വന്നുപോയി. പെട്ടെന്ന് വന്നതാണ്. അല്ലാതെ ഒരിക്കലും അത് പലരും അത് ആക്ടിംഗ് ആണ്, അടവാണെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അതല്ല. മലപ്പുറത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ പുറത്തു വരുന്ന ആ സമയത്ത് പലതരത്തിലുള്ള വികാര പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ, നന്നമ്പ്ര പഞ്ചായത്തിലെ 18ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ, ഇവർ വിജയിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും പരാജയപ്പെട്ട സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനാർത്ഥി ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനടക്കം പുറത്തു വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ അത് പ്രചരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ആ 2 സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മറ്റൊന്ന് വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയുമായിരുന്നു. എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഈ റിസൾട്ട് അറിഞ്ഞ ഉടനെയാണ് സംഭവം ഉണ്ടാകുന്നത്. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഈ റിസൾട്ട് അടഞ്ഞ ഉടനെ തിരങ്ങാടി GHSൽ സത്യത്തിൽ ഞാൻ ആദ്യം എന്നോട് കൂടുള്ളവർ പറഞ്ഞപ്പോൾ ഇത് വിശ്വസിച്ചില്ല. ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ 18 വോട്ടിന് ഇവൻ ലീഡാണ്. രണ്ടാമത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ 6 വോട്ടിന് 5 വോട്ടിന് വിജയിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വരെ മടിച്ചുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വരുന്നത് പിന്നെ അങ്ങോട്ടാണ്, ബൂത്തിൻ്റെ ഉള്ളിൽ നേരെ കയറണമല്ലോ. അവിടെ കയറി വന്നപ്പോൾ പിന്നെ പല ആളുകളെയും കണ്ട് അവരോടൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് പറ്റിയത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. കാലങ്ങളായിട്ട് ഞാനും ആലെങ്കിലും കൂടി ആ ഒരു ബന്ധത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി ഒരിക്കലും എന്നെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അവനും ഞാനും കൂടെയുള്ള ആ ബന്ധം അത് ഒരു ഇതിൽ നഷ്ടപ്പെട്ടപ്പോൾ എന്നിൽ നിന്നുണ്ടായ ഒരു വികാരം അപ്പം അങ്ങ് പെട്ടെന്ന് വന്നുപോയി. പെട്ടെന്ന് വന്നതാണ്. അല്ലാതെ ഒരിക്കലും അത് പലരും അത് ആക്ടിംഗ് ആണ്, അടവാണെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അതല്ല. അത് ആരെങ്കിലിനോട് ചോദിച്ചാലും അറിയാം എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറം വ്യക്തിബന്ധങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ഇതിൽ നിന്ന് ഉണ്ടായതാണ് ഈ സൗഹൃദം. നേരത്തെയുള്ള സൗഹൃദമാണല്ലോ? അതെ, നേരത്തെയുള്ള സൗഹൃദമാണ്, വർഷങ്ങളായുള്ള സൗഹൃദമാണ്. അപ്പോൾ ഞാൻ GHSൽ ഇരിക്കുമ്പോൾ ഞാൻ രാവിലെ തന്നെ കയറിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യം വിളിച്ച ബനിക്കാണ്, ഫൈസലെ. അപ്പോൾ ബനെ വിളിച്ച് ചോദിച്ചു ഫൈസലെ എവിടെയുള്ള ചോദിച്ചപ്പോൾ ഞാൻ പുറത്തുണ്ടായിരുന്നു. ഞാൻ കയറ്. അപ്പോൾ എന്തോ കയറിന് ജയം പരാജയമൊക്കെ ആർക്കാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കയറാതെ ഇരിക്കണ്ട, അങ്ങോട്ട് കയറി വാ, എന്നിട്ട് നമുക്ക് ഉള്ളിലിരിക്കാം രണ്ടാളും കൂടി. ആർക്കാലും ഒരാൾക്ക് വിജയം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഇവൻ അപ്പോഴും മടിച്ചെന്ന്. കാരണം അവന് ഇവിടുത്തെ ഈ അന്തരീക്ഷം അനുസരിച്ച് ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു രീതിയിലാണ് അവൻ്റെ ഒരു മാനസികാവസ്ഥ. എനിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. രണ്ടുപേരും എനിക്ക് പെട്ടെന്ന് പല ആളുകളും പല കമന്റുകളാണ് അവിടെ നിന്ന് ചെയ്യുന്നത്. പോസിറ്റീവ് കമന്റുകൾ ധാരാളം വരുന്നുണ്ട്. അതിന് താഴെ ചിലർ പറയുന്നത് ആക്ടിംഗ് ആണ്. അവിടെ നിന്ന് കണ്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടുണ്ടായിരുന്നു പൈസ. അതൊക്കെ അടവാണ്, ഇതൊക്കെ എനിക്ക് മുമ്പ് ചെയ്യാണെന്ന് എനിക്ക് സ്ഥാനാർത്ഥ്യം പിൻവലിച്ചുകൂടെ. അത് അവന്റെ രാഷ്ട്രീയം, എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ സൗഹൃദം തന്നെ വേറെ തന്നെയാണ്. അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി, എന്താ തോന്നുന്നത്? ഇല്ല, അത് നമ്മൾ വൈറലാകാനോ എന്തിനു വേണ്ടി എടുത്തല്ല. രണ്ടാളും അപ്പത്തെ സ്ഥലത്ത് പോയെന്നുള്ളൂ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്, ഇവനും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പല ആളുകളും പല കമ്പനികളും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മെയിൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളെ സൗഹൃദം അന്ന് ഇന്നും ഒരുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇനിയും സൂക്ഷിക്കണം എന്നാണ് നമ്മളെ കാഴ്ചപ്പാട്. വിജയിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു എന്നുള്ളതല്ല, ആ സൗഹൃദം ഇനി എപ്പോഴും ഒരുപോലെ ഉണ്ടാകും. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിന്റെ നിലപാടിന്റെ വഴിക്ക് പോവുക. നമ്മളെ സൗഹൃദങ്ങൾ അത് ആരോടായാലും, BJP-കാരനാകട്ടെ, ലീഗുകാരനാകട്ടെ, മാർക്സിസ്റ്റുകാരനാകട്ടെ, കോൺഗ്രസ്സുകാരനാകട്ടെ, സൗഹൃദ ബന്ധങ്ങൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അത് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മറ്റു കാര്യം ഇതിക്ക് വരാനുള്ള ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പം നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ച്, ഒരാൾ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ച്, എങ്ങനെയാണ് ഈ മത്സരരംഗത്തേക്ക് സ്വതന്ത്രനായി എത്തുന്നത്? അതായത് നമ്മൾ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാർട്ടിയുമായി, ഞാൻ മുസ്ലിം ലീഗിന്റെ വാർഡ് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിഷയം വന്നപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ 12ാമത്തെ പ്രാവശ്യം വെൽഫെയർ പാർട്ടി ഇവിടെ ജയിച്ചു പോകുന്നു. ആ സമയത്ത് അവർ ജയിക്കുകയും 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ സ്ഥാനാർത്ഥി വന്ന 2 പ്രാവശ്യം സ്ത്രീയായിരുന്നു, എൻ്റെ തൊട്ട അയൽവാസിയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവർക്കിടയിൽ നിന്ന് അവർ സ്ഥാനാർത്ഥിത്വം വന്നു. നമ്മളെ കുട്ടികൾക്കിടയിൽ നിന്ന് ഇത് വേണ്ട, നമ്മൾ വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു സഖ്യം വേണ്ട, അത് നമുക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ഭരണത്തിനോട് പറയുന്നത് സമ്മതിക്കണില്ല. അപ്പോൾ ഈ പ്രാവശ്യം കൂടി നിങ്ങൾ ക്ഷമിക്കും, അടുത്ത പ്രാവശ്യം എന്ത് തന്നെ വന്നാലും 3-1 സീറ്റ്, ഈ 3 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു സീറ്റ് നമുക്ക് തരും എന്നുള്ളത് ഒരു പഞ്ചായത്ത് മേൽ കമ്മിറ്റി നമുക്ക് ഉറപ്പ് നൽകിയതാണ്, ഒരു മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വരെ ചെയ്തതാണ്. പക്ഷേ അത് ഇപ്രാവശ്യം അവർക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് 2 സീറ്റ് കൊടുക്കുകയും ഈ 3 സീറ്റിൽ മറ്റൊരു സീറ്റ് UDF സംവിധാനത്തിൽ കോൺഗ്രസിൽ കൊടുക്കുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ
നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ട് മാത്രമല്ല എന്നോട് ഈ പിൻവലിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത സമയത്ത് പല ആളുകളും പല ഓഫറുകളും നൽകി പിൻവലിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര കാലം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അതിലപ്പുറം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ 500ഓളം യുവാക്കളായ ആളുകൾ എൻ്റെ കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഞാനൊരു പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടി മാറിയിട്ട് മറ്റൊരു പാർട്ടിയുടെ കൊടി പിടിക്കുന്നത് കാണേണ്ട ഒരു അവസ്ഥ വന്നു പോകും. ആ ഒരു ഇതിൽ നിന്ന് ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ 3 സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത് 2 സ്ഥലത്ത് പരാജയപ്പെട്ടു, 1 സ്ഥലത്ത് ഞാനും മത്സരം. ഇപ്പം സ്ഥാനാർത്ഥിയായി ഇപ്പം ജനപ്രതിനിധിയായി ജയിച്ചു. ഇനി എല്ലാവർക്കുള്ള തീർച്ചയായിട്ടും അതായത് ഒരു വാർഡിന്റെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ വാർഡിന്റെ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം എന്താണോ ആ വാർഡിലുള്ള ജനങ്ങൾ പറയുന്നത് ചെയ്തു കൊടുക്കാൻ അവരെ അവകാശങ്ങൾ ഒരു അണുമണി തൂക്കം കടുക് മണിയാണെങ്കിൽ പോലും അത് നമ്മൾ നേടിയെടുത്ത് കൊടുക്കാൻ നമ്മളെ ബാധ്യതയാണ്. ഈ 1300 വോട്ടർമാരെ പ്രതിനിധിയാണ് ഞാൻ. ആര് എന്നെ കൊണ്ട് എൻ്റെ പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഏത് സമയത്തും വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരാവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാവും. ഈ വെൽഫെയർ പാർട്ടി 2 സീറ്റ് മത്സരിച്ചു, അതിൽ ഒരെണ്ണം വിജയിച്ചു, ഒരെണ്ണം പരാജയപ്പെട്ടു. 5 വോട്ടിന്റെ വ്യത്യാസത്തിൽ. കഴിഞ്ഞ തവണ ഒരു സീറ്റിലുണ്ടായിരുന്നു, ഒരു ഭരണത്തിലുണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിലായിരുന്നു, ഷെമീനായിരുന്നു. 10 കൊല്ലം ഈ സിറ്റിംഗ് വാർഡായിരുന്നു, 18ാം വാർഡ്. അത് ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഞങ്ങളൊരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. അപ്പൊ ഈ ആളുകളുടെ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു. ഫസ്റ്റ് സ്ഥാനാർത്ഥിത്വം വന്ന ഉടനെ പല ആളുകളും എന്റെ വീട്ടിൽ നിന്ന് വരെ അങ്ങനെ വരുന്നിരുന്നു. ഇത് ഫൈസലാണല്ലോ അപ്പുറത്തുള്ളത്. പല വീടുകളിലും ഞാൻ ഒറ്റയ്ക്ക് സന്ദർശനമുണ്ട്, നമ്മള് ഗൃഹ സന്ദർശനമുണ്ട്. ഇതിലിപ്പോൾ ആർക്കപ്പോൾ ഇത് വോട്ട് ചെയ്യുക, അതിപ്പോൾ ആ കൺഫ്യൂഷനല്ല. കാരണം ഫുൾ ടൈം എൻ്റെ ഷോപ്പിൽ പിന്നെ ഒഴിവുള്ള സമയത്ത് ഷോപ്പിലുണ്ടാവും. എന്തെങ്കിലും പറഞ്ഞാൽ അവിടേക്ക് ഓടിച്ചെല്ലല്, നമ്മളെങ്ങോട്ടേലും ആവശ്യമുണ്ട് പോവാന്ന് പറഞ്ഞാൽ ഉടനെ വരല്. ഇങ്ങനത്തെ ഒരു എന്തായാലും പറയാ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ആ ബന്ധം ഇവിടെ ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരതിന് പല രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും നമുക്കതിന് ഒറ്റ വർത്താനമുള്ളൂ. നമ്മുടെ സൗഹൃദം അത് ഉള്ളിലുള്ള സൗഹൃദമാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ. അപ്പം എന്നോട് പല ആളുകളും ചോദിക്കുന്നത് അവർക്ക് സ്ഥാനത്ത് പിൻവലിച്ചുവിടാൻ എന്നോട് ഇത്ര ബന്ധം ഉണ്ടെങ്കിൽ പല ആളുകളും അവനെ സ്ഥാനത്ത് പിൻവലിക്കാൻ പല കോണിന്നും വിളി വന്നിരുന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റ് വിളി വന്നു ഇജ്ജ് പറഞ്ഞ കേൾക്കും, ഇജ്ജൊന്ന് ബന്ധപ്പെടുക. ഞാൻ അവനോട് ഇതുവരെ അവന് 23-ാം തീയതി പിൻവലിക്കണം അന്ന് അവനോട് 1 മണിക്കൂർ ഇന്ന് സംസാരിച്ചു. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊക്കെ സാധാ ഉള്ള സ്ഥാനാർത്ഥിത്വം എല്ലാം എൻ്റെ സ്ഥാനാർത്ഥിത്വം എല്ലാവരും കൂടി നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മുതിർന്ന ആളുകൾ എല്ലാവരും പറഞ്ഞിട്ടും കേൾക്കാതെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം അത് മാത്രമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള ഒന്നും പ്രശ്നം. അങ്ങനെ ഞാൻ പിൻവലിക്കുന്നത് ഇതുവരെ ആ നിമിഷം വരെ അവനോട് പറഞ്ഞില്ല. പല ആളുകളും എനിക്ക് ഗൾഫിൽ നിന്നാണെങ്കിലും നമ്മളെ പാർട്ടിൻ്റെ ആളുകളാണെങ്കിലും അങ്ങാടിയിലെ സുഹൃത്തുക്കളാണ് ഒക്കെ പറഞ്ഞു. ആര് പറഞ്ഞു കേൾക്കുന്നത് ഇജ്ജ് പറഞ്ഞാൽ കേൾക്കുന്നത്. അവനോട് 23-ാം തീയതി വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ മത്സരത്തെ അതിന്റെ സ്പിരിറ്റിലെടുത്തു. അതിനപ്പുറത്തേക്ക് സൗഹൃദം വീണ്ടും അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നമ്മുടെ സൗഹൃദം എങ്ങനെയാണോ അതുപോലെ തന്നെ മുമ്പോട്ട് പോകും. ഇനി മറ്റൊരു കാര്യം, ഇത് എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ എൻ്റെ സ്ഥാനാർത്ഥികൾ കൂടിയായിരുന്നു ഇവർ രണ്ടുപേരും എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. അതുകൊണ്ട് എനിക്കും ഇവരുടെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം. ഏതായാലും ഇവരുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. ഈ കൊടിഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണ് നന്നമ്പ്ര പഞ്ചായത്തിലെ 18ാം വാർഡ് ഉൾപ്പെടുന്ന എൻ്റെ പ്രദേശം കൂടിയായിട്ട് കൊടിഞ്ഞിയിലെ സ്ഥാനാർത്ഥികളാണ് ഇവരും രണ്ടുപേരും സ്ഥാനാർത്ഥികളായപ്പോൾ എല്ലാവർക്കും ഉണ്ടായൊരു കൺഫ്യൂഷനാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് എല്ലാവർക്കും ആർക്ക് ചെയ്യുന്നത്. കാരണം രണ്ടുപേരും ഒരുപോലെ ജനകീയരായ നാട്ടുകാർക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള. ഏതായാലും ഒരാൾ ജയിച്ചു, പക്ഷേ ജയിച്ചെങ്കിലും തോറ്റെങ്കിലും ഇവരുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.